സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഉമാദേവി എന്താ നേരത്തെ? ഇന്ന് ശനിയാഴ്ചയല്ലേ? ആ ശരിയാണല്ലോ. ആ പയ്യോ വരണ സാർ. വേണ്ട വരണ്ട, ഇന്ന് ഉച്ചവരെ ജോലി ചെയ്താൽ മതിയല്ലേ? ആ അതെ, കഷ്ടം. ഒന്നാം തരം ജോലിയല്ലേ ഉണ്ണികൃഷ്ണൻ വേണ്ടെന്ന് വെച്ചത്? ഞങ്ങളൊക്കെ പറഞ്ഞിട്ടാ ഉണ്ണിയേട്ടൻ വേണ്ടെന്ന് വെച്ചത്. സ്നേഹം കൊണ്ട് നിങ്ങളൊക്കെ പറഞ്ഞാലും കിട്ടിയ ജോലി വേണ്ടെന്ന് വെക്കാമോ? ഇന്നത്തെ കാലത്ത് ഒരു ജോലി കിട്ടാൻ എന്തൊരു പാടാണ്. സാരമില്ല, ഉമാദേവിക്ക് വേണ്ടി മറ്റൊരു നല്ല ജോലി പുള്ളിക്കാരനെ സംഘടിപ്പിച്ചു കൊടുക്കാം. എനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ വേണ്ട സർ. അതെന്താ അങ്ങനെ പറഞ്ഞത്? വന്ന് കണ്ട അന്ന് മുതൽ ഉമാദേവി എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുട്ടിയായിട്ടാണ് ഞാൻ കരുതിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിക്കാറുണ്ട്, ഇത്രയും സൗന്ദര്യവും ഒന്നാം തരം ഉദ്യോഗമുള്ള ഉമാദേവിയുടെ തലയിൽ ഈ മനഗുണാഞ്ചനെ കെട്ടിവെച്ചത് ആരാന്ന്? സാറേ, മേലിൽ എന്റെ ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കരുത്. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. നിന്നെ പറയട്ടെ. വേണ്ട, ഇനി മേലിൽ നിങ്ങൾ എന്നോട് ഒറ്റയ്ക്ക് സംസാരിക്കാൻ വരണ്ട. ഇത്തരം വർത്തമാനങ്ങൾ ഇനി ആവർത്തിച്ചാൽ ഞാൻ സുലോചന ചേച്ചിയോട് പറയും. ചേടാ, ഫാമിലി ലൈഫ് ഒന്ന് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കാന്ന് വെച്ചാൽ സമ്മതിക്കല. വേണ്ട, നീ മറ്റേ പണി തന്നെ. എന്തൊരു വെയിൽ, വണ്ടിയാണെങ്കിൽ പറഞ്ഞു വിട്ടല്ലേ. വേണ്ട, ഈ വഴി പോകണ്ട.